വിഷുബമ്പർ ഭാഗ്യവാനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം ആനയടിയിലാണ് ഭാഗ്യവാൻ ഉള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ രാജ്കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, അങ്ങനെ ആ ഭാഗ്യവാനെ കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവിടെ ആകെ മൊത്തം സന്തോഷമാണല്ലേ? അത് അർഹമായിട്ടുള്ള ഒരു കുടുംബത്തിനാണ് ഇക്കുറി ഇത് കിട്ടിയിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ബമ്പർ ലോട്ടറി കൂടിയായിരുന്നു. വിഷു ബമ്പർ ലോട്ടറിയാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോട്ടറി എടുക്കാനായിട്ട് ശ്രീ ഈ ലോട്ടറി എടുത്ത പൊന്നഞ്ചേട്ടൻ അടുത്തുണ്ട്. എത്ര കാലമായിട്ട് ലോട്ടറി? എനിക്ക് ഓർമ്മയാകാറുണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. അടിച്ചിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോഴും എടുക്കും. അപ്പം 10,000-2,000 രൂപയൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥിരം ഇങ്ങനെ ലോട്ടറി അടിക്കുന്നത്. പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഞാൻ എന്തെടുത്താലും അടിയില്ല. ഇവിടുന്ന് തന്നെ ഡെയിലി 2-3 ഒക്കെ എടുക്കും, അടിയേ ഇല്ല. അപ്പം ഇത് പിന്നെ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് കടയിൽ അപ്പം ഈ കടയിൽ തൂക്കിയിട്ടേക്കുന്ന ബമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ബമ്പർ എന്നല്ല, എല്ലാ ടിക്കറ്റുകൾക്കും അതിന് പ്രത്യേക ഒരു അടി വരും. അതാണ് അവിടുത്തെ കടക്കച്ചവടക്കാരുടെ ഒരു ഇത്. ഈ പണം കൊണ്ട് എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇരിക്കാൻ ഈ ഇവിടെ യാതൊരു 5 പൈസയുടെ വരുമാനം നമുക്ക് ഇല്ലാതിരിക്കുക. ഇപ്പോഴത്തെ ലോട്ടറി വിൽപ്പനയുടെ അത് കിട്ടുന്നത് കണക്ക് തന്നെ. ഇവിടെ മഴവെള്ളം ഇതിനകത്തൂടെ കയറി പിടിച്ചോ, കാണിക്കും, എല്ലാവരെയും കാണിക്കും. അങ്ങനെ കോടീശ്വരനാക്കിയ ആ ലോട്ടറി ഒന്ന് കാണിക്കും. ഈ വീടൊന്ന് നന്നാക്കണം. ഈ വീട്ടിനകത്തൂടെ മഴ കഴിഞ്ഞ പ്രളയത്തിൽ ഇതിൽ കൂടി കയറി അപ്പുറത്ത് പോയിട്ടുണ്ട് വെള്ളം. അപ്പം പിന്നെ നമ്മൾ കുറേശ്ശെ ഇതിൻ്റെ ഭിത്തി സൈഡൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി മൊത്തം മണ്ണടിക്കണം. മണ്ണടിച്ചതൊന്നും നികത്തിയിട്ട് ബാക്കി അവർക്ക് ഇവിടെ തന്നെ താമസിക്കും. ഈ മണ്ണ് വിട്ടു പോകത്തില്ല. മരിച്ചു പിരിയുന്നല്ലാതെ ഞങ്ങളെ അത്ര കാലം ഞാൻ ഇവിടെ വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടമെന്ന് പറഞ്ഞാൽ ഷെഡടിച്ച് ഞങ്ങൾ ജീവിച്ചായിരുന്നു. മണ്ണടിച്ചിട്ട് വെള്ളത്തില് തെങ്ങ് കൊണ്ടുവന്ന് ഒറ്റ തെങ്ങിനകത്ത് ഒരു കൊച്ചു വീടുണ്ടാക്കിക്കണ്ട. 10 വർഷം താമസിച്ച്, 10 വർഷം അതിൽ താമസിച്ച്. എവിടായിരുന്നു? വല്ല ആശ്രാമം. ആശ്രാമത്ത് എവിടെ? ആശ്രാമത്ത് മൈതാനത്തിന്റെ കിഴക്കേ സൈഡ്. നായഴ്സൊക്കെ അറിയാം. എന്താ ഇങ്ങോട്ട് വന്നേ? അവിടുന്ന് ഇവരുടെ സ്ഥലം ഇവിടെ. പേരെന്താ? രാധാമണി അമ്മ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം വരുമെന്ന് നിങ്ങൾ കരുതിയോ? നാത്തും വിളിച്ച് ഇന്ന് രാവിലെ പറഞ്ഞ് ചേച്ചിക്ക് ഇന്ന് ഫസ്റ്റ് പ്രൈസ് ആണ് പറഞ്ഞ. എനിക്ക് കാല് വയ്യ, ഞാൻ കരഞ്ഞു പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യാടി. ഇപ്പൊ ഞാൻ തട്ടടിച്ചിട്ട് എന്ന് പറഞ്ഞത്. നാത്തൂന്റെ പേരെന്തുവാ? സുഷമ്മ. ഒരു മധുരവും കൊടുക്കണം. അപ്പൊ ഇനി ലോട്ടറി തുടരെ എടുക്കുവോ? ഇനി ലോട്ടറി പോകാത്ത ലോട്ടറിയാണോ? അല്ലല്ല, ഇത് എനിക്ക് അടിക്കാൻ വേണ്ടി അടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാ. കാശ് മുടക്കി എടുത്തു. ഇവരെ ഇന്ന് എടുക്കും കാശ് മുടക്കി. അല്ലാതെ ചുമ്മാന്നും ടിക്കറ്റ് മേടിക്കത്തില്ല. അവരിത് വിൽക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ഒക്കുമോ? ഇവര് നടന്നു പോയാണ് ഈ ലോട്ടറി കച്ചവടം നടത്തുന്നത്. ഞാൻ ചാരുമൂട്, പുതിയാവില് എല്ലായിടവും പോയിട്ടുണ്ട്. അതിൽ ഒരുപാടടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇതിപ്പോ ഒരു എന്താ പറയുക, ഇവർക്ക് ജീവിക്കാൻ ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഈ ലോട്ടറി ഭാഗ്യക്കുറി ഇത് നിർത്തണമെന്ന് പലപ്പോഴും പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള അർഹമായ കൈകളിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ശരി രാജ്കുമാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അർഹതപ്പെട്ട കൈകളിലേക്കാണ് ഇത്തവണത്തെ ഭാഗ്യദേവത ഇറങ്ങി ചെന്നിരിക്കുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും പൊന്നഞ്ചേട്ടനും ഭാര്യ രാധാമണി ചേച്ചിയും ഏറെ സന്തോഷത്തിലാണ്. ആ സന്തോഷമാണ് നമ്മളും കണ്ടത്.